മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇതില്ല, മുഖം മാത്രം. എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുത്. പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുക, ഇനി വെളുക്കാനാകില്ല. ഓക്കെ, മ്യൂസിക് എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് നോക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. ഇഷ്ടായോ? ഫസ്റ്റ് മമ്മൂട്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ പേജിനൊരു കയ്യേറ്റ് കൊടുക്ക്. എടി എൻ്റെ മുടിക്കാ കയ്യേറ്റേണ്ടി. എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എൻ്റെ മുടിയൊന്ന് പോയിട്ട് ഒന്ന് കോലത്തിൽ നടക്കും. ഓല കാണാണ്ട് കളിച്ചതായിരുന്നു ഇത്രയും കാലം. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. ഇനി അടുത്തത് മറ്റൊരു വില്ലനുണ്ട്. ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ മിടുക്കനാ ഒരു മകനാ, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ, പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? മുകിൽ മാലകളോ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവേ, പറയൂ നീ ഇളം പൂവേ. നീ എൻ കിനാവോ പൂവോ നിലാവോ, രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. നീ എൻ കിനാവോ പൂവോ നിലാവോ, രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. നീ എൻ മധുമതി മലർമീ മധുഗണമുതിരും പ്രതിലയ സുഖമായ അമൃതിനു കുളിരായി, അഴകിനും അഴകായി, ചിറകിനും ചിറകായി, ചിരികളിൽ ഉയിരായി വാ. നീ എൻ കിനാവോ. അമ്മോ, ലാലേട്ടനോടാകുകയല്ലേ. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരത് അവാർഡ് നേടിയ നമ്മുടെ സ്വന്തം ബാലൻ കെ നായർ സാർ. ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോൾ വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വമുണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ
അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രേട്ടൻ്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മതാലസയായി. ഇന്നി പ്രേമം പൂക്കും മുകിലിൻ മേട്ടിൽ കാമമുറക്കമുണർന്നു വിലാസിനിയായി. നർത്തനം തുടരൂ മോഹിനി ഇവിടെ. ഇന്നി തീരം തേടും തിരയുടെ പാട്ടിൻ താളലയത്തിലുണർന്നു മതാലസയായി. പഴയകാല ഒരു രജനീകാന്ത്. ഈ KTV ഒക്കെ തുറന്നാൽ കാണാം. ಎಂಗಿಟ್ಟ ಮೋದಾದೆ ರಾಜಾದಿ ರಾಜನಡ ಒಂಬತ್ತು ಇಳುಕಾದೆ ನಾವಿರಾದಿ ವೀರನಡ. ಎಂಗಿಟ್ಟ ಮೋದಾದೆ ರಾಜಾದಿ ರಾಜನಡ ಒಂಬತ್ತು ಇಳುಕಾದೆ ನಾವಿರಾದಿ ವೀರನಡ. ഇനി തപ്പ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളൻ മനസ്സിന്റെ ഉപവനത്തിൽ പറന്നുവാ. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ. അല്ലേ? നല്ല പാട്ടല്ലേ? ആ പാട്ടിന് വേണ്ടി കൈയടിക്കണം കേട്ടോ. അല്ലേ? അടിയിലത്തെ പേജിട്ട് കൈയടി കൂടെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക. ഒരു പാട്ട് വെക്കാൻ വേണ്ടിയിട്ടല്ലേ? സ്വാമിയല്ലേ പറഞ്ഞ് സംഗീതം എൻ്റെ സാരാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക. അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക. എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്റെ മെഴുകുന്നില്ല, എന്റെ മെഴുകുന്ന ഉണ്ണേട്ടാ. എന്താ വിനോദ്? ഉണ്ണേട്ടനെ ഓർമ്മയുണ്ടോ? ആ, ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ, ഉണ്ണേട്ടാ എന്താ വിനോദ്? ഉണ്ണേട്ടന്റെ വീടെവിടാ? ഉണ്ണേട്ടന്റെ നാടെവിടാ? ഉണ്ണേട്ടന്റെ വീടെവിടാ? ആയിക്കോ ആയിക്കോ. അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. കൂട്ടിൽ നിന്നും നേട്ടി വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. ആകാശം താഴുന്നു, നീഹാരം തൂകുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു. പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി. ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, ഇലവിരൽ തുമ്പുകളിളം മഞ്ഞുതിരും തളിർമരച്ചില്ലകളിൽ തഴുകി വരും തെന്നലിനും കഥ പറയാനൊരു ശിശിരം. ഓർമ്മയിലൊരു ശിശിരം, ഓമനിക്കാനൊരു ശിശിരം, ഇലവിരൽ തുമ്പുകളിളം മഞ്ഞുതിരും തളിർമരച്ചില്ലകളിൽ തഴുകി വരും തെന്നലിനും കഥ പറയാനൊരു ശിശിരം.
അടുത്തേക്ക് പോയിക്കോ. ഇനി നമുക്ക് കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച മമ്മൂട്ടി. ഓക്കെ. എന്റെ മേഴ്സിയെ, ഞാനല്ല കൊന്ന്. അവളെന്ത് തെറ്റിയതാണ്. എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു. എന്റെ മോളായിരുന്നു മേഴ്സി. എന്റെ ഭാര്യയായിരുന്നു മേഴ്സി. എന്റെ അമ്മയായിരുന്നു മേഴ്സി. മേഴ്സിയുടെ എല്ലാമായിരുന്നു. മേഴ്സിയുടെ എല്ലാമായിരുന്നു. മേഴ്സി. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ അടുത്ത എനിക്ക് കളിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിക്കും. അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല എൻ്റെ ഇത് തന്നെയേ ഉള്ളൂ. ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ? അപ്പോൾ ഇതിൽ മമ്മൂക്കാൻ്റെ വേറൊരു സാധനം, ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയിൽ അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുമ്പസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്. ഭീമൻ ജോഗി ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി. അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസാണ് ചെയ്തത്. അച്ചോ, എനിക്കത് കുമ്പസരിക്കണച്ചോ. നേരം വെളുക്കട്ടെ, വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു. കുമ്പസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള ഒഴിക്കോണ്ടമ്മേന്ന് ഞാനൊരു തുള്ളി വിട്ടില്ലച്ചോ. നേരം വെളുക്കാൻ കാത്ത ഞാൻ ചങ്ക് പൊട്ടി ചത്തു വെച്ചോ. തോമസ് തൊട്ടി ചത്തല്ലച്ചോ, ഞാൻ കൊന്നതാ. മനസ്സിൽ നേരെ അച്ഛൻ പോലീസ് പറഞ്ഞു. എന്നാലും മനസ്സമാധാനം ഉണ്ടാകാനോ. കുഞ്ഞച്ഛന് ഭ്രാന്തളയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ഛന് ഭ്രാന്തളകി. എന്റെ കർത്താവേ, അച്ഛോ, എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകുക അച്ഛോ. ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്തൊരു വൈദ്യുണ്ട്. അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും. ആരും കൊണ്ടുപോകാനാ? ഞാൻ കൊണ്ടുവച്ചു. അരുണി, അസംബന്ധം അറിയാതിരിക്ക. വാറുണ്ടേ മാപ്പ. പൂമാനമേ ഒരു രാഗമേഘം താ. പൂമാനമേ ഒരു രാഗമേഘം താ. കനവായി കണമായി ഉയരാൻ ഒഴുകാനഴകിയലും പൂമാനമേ ഒരു രാഗമേഘം താ. ഞാൻ കണ്ണുപിടിച്ച്. എനിക്കാരുമില്ല കാക്കാത്തമ്മ, എനിക്കാരുമില്ല. നിരുമായൊരു കുയിൽ നിരീക്ഷിപ്പിൽ വിരഹകഥന കടൽ. ഹൃദയമുരളിക തകർന്നു പാടുന്നു ഗീതം രാഗം ശോകം. ഗീതം രാഗം ശോകം. മോ